എല്ലാവർക്കും ഒരു സുപ്രഭാതം. ഇന്നലെ കേരളത്തിലെ അങ്കണവാടികളിൽ വളരെ മനോഹരമായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നു, പായസം കൊടുക്കുന്നു, പാട്ട് പാടുന്നു, ഇങ്ങനെ പല വലിയ പരിപാടികൾ നടന്നു. അതെല്ലാം എനിക്ക് പലരും വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഇപ്പോൾ അങ്കണവാടിക്കാർ നമ്മളെ കുടുംബക്കാരെ പോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. വളരെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നെയും കൂടി അതിനകത്ത് ചേർത്തിരിക്കുന്നു. വളരെ വളരെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അങ്കണവാടി വിശേഷമുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ അങ്കണവാടി വിശേഷങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ വിശേഷം വളരെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് മെസ്സേജ് വടക്കൻ ജില്ലകളിൽ നിന്ന് വന്നു. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരാളിന് 20 ക്യാഷ്വൽ ലീവ്, എല്ലാവർക്കും 20 ക്യാഷ്വൽ ലീവ് ഉണ്ട്. ക്യാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതെല്ലാ അങ്കണവാടികളും അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട ലീവാണ്, കാഷ്വൽ ലീവാണ് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം, ആക്സിഡൻറ്റ്, പിന്നെ അമ്പലത്തിൽ എന്തായാലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ലീവാണ്. എന്നാൽ ആളുകൾ വെറുതെയും അത് എടുക്കും, അതൊരു അവകാശം പോലെ എടുക്കും. പക്ഷേ കാഷ്വൽ ലീവാണ്. കാഷ്വൽ ലീവ് അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടെന്നുള്ള ഒരു ബലം പിടിച്ചിട്ട് കാഷ്വൽ ലീവുകൾ പലപ്പോഴും കൊടുക്കാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ കാഷ്വൽ ലീവ് എല്ലാവരും എടുക്കാറുണ്ട്. ഞാൻ പക്ഷേ കാഷ്വൽ ലീവ് എടുക്കാതെ വർക്ക് ചെയ്ത് 2 വർഷം വർക്ക് ചെയ്തുകൊണ്ട്, ഒരു കാഷ്വൽ ലീവ് പോലും എടുക്കാതെ വർക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ പേര് മാതൃപത്രത്തിൽ വലിയ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വാർത്ത വന്നിട്ടുണ്ട്. അത് വേറെ കഥ. അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് 20 കാഷ്വൽ ലീവ് എടുക്കാം. എന്നോട് വോയിസ് ഇട്ട ആ വർക്കർ പറഞ്ഞത് അവർ 13 CL എന്നാണ് നമ്മൾ പറയുന്നത്, കാഷ്വൽ ലീവ് എടുത്തു. ബാക്കി 7 കാഷ്വൽ ലീവ് ചോദിച്ചപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞു അത് തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു അതെങ്ങനെ തീർന്നു എന്ന് ചോദിച്ചപ്പോൾ, നേരത്തെ നിങ്ങൾ 2 മാസം അല്ലാതെ ലോസ് ഓഫ് എടുത്തിട്ടുണ്ട്, ശമ്പളമില്ലാത്ത ലീവ് എടുത്തിട്ടുണ്ട്, അതും ഇതുമെല്ലാം കൂടെ കൂട്ടിയൊക്കെ നോക്കിയപ്പോൾ നിങ്ങളുടെ കാഷ്വൽ ലീവ് അല്ലെങ്കിൽ CL തീർന്നു എന്ന് പറഞ്ഞു. ഇവർ യഥാർത്ഥത്തിൽ 13 എടുത്തിട്ടുള്ളൂ, 7 എടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആകെ ഒരു ടെൻഷനായാണ് എനിക്ക് വോയിസ് ഇട്ടത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കാര്യം ചെയ്യുക, സൂപ്പർവൈസറുടെ നമ്പർ കൂടെ ഇട്ടേക്കാൻ. ഞാൻ അങ്ങോട്ട് വോയിസ് ഇട്ടു. ഇതെല്ലാം നേരിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ, ഒരാൾ പോലും എന്നോട് നേരിട്ട് സംസാരിക്കാറില്ല. അപ്പോൾ തന്നെ ആ വോയിസിൽ ഇട്ടനുസരിച്ച് എനിക്ക് ആ സൂപ്പർവൈസറുടെ നമ്പർ കിട്ടി. ഞാൻ സൂപ്പർവൈസറെ വിളിച്ചു. സൂപ്പർവൈസറെ വിളിച്ചപ്പോഴാണ് രസകരമായ കാര്യം. ഈ അങ്കണവാടിക്കാർ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. കുറച്ചൊക്കെ അവരുടെ കുശുമ്പും കുന്നായ്മയും ഈ പെണ്ണുങ്ങളല്ലേ എന്തെങ്കിലുമൊക്കെ അസൂയൊക്കെ പറയും. പക്ഷേ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തു നേരിട്ട്. ആദ്യ പകുതിയിൽ ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞില്ല, സുഭാഷ് ചന്ദ്രബോസ് എന്ന് മാത്രം പറഞ്ഞാണ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും എന്നോട് സഹകരിച്ചു ആ സൂപ്പർവൈസർ. അപ്പോൾ പറഞ്ഞു സാർ അതിൻ്റെ ഒരു അധികാരമല്ലേ, അങ്ങനെ 20 ലീവ് കൊടുക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് 20 ലീവേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേറൊരു ലൈനിൽ സംസാരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അവർക്ക് അറിയണത് ആരാണ് പറഞ്ഞത് പറഞ്ഞു. ഞാൻ പറഞ്ഞു 66 പേരുണ്ട് നിങ്ങളെ കീഴിൽ, പറയാൻ പറ്റത്തില്ല പേരെന്ന് പറഞ്ഞു. ഞാൻ പേര് പറഞ്ഞില്ല, സ്ഥലവും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു വർക്കർ ആണ് എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് തന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു അത്. അപ്പം ആദ്യ പകുതിയിൽ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2ാം പകുതി ആയപ്പോൾ ഞാൻ സംസാരത്തിൻ്റെ 2ാം പകുതി 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്, ഞാൻ ഇന്ന സ്ഥാപനത്തിലെ ഡയറക്ടറായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ സർവീസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കും ലീവിനെ സംബന്ധിച്ച് വിവരമുണ്ടെന്ന്. ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് 20 കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് 20 കാഷ്വൽ ലീവ് ഉണ്ട്, ഏൻഡ് ലീവ് ഉണ്ട്, ലീവ് സറണ്ടർ ഉണ്ട്, ഹാഫ് പേ ലീവ് ഉണ്ട്, മെഡിക്കൽ ലീവ് ഉണ്ട്, എന്തെല്ലാം ലീവ് ഉണ്ട് സൂപ്പർവൈസറെ, CDPO ഓഫീസറെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഗതി വഷളാവും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വഷളാക്കാനോ ഞാൻ നിങ്ങളോട് ചൂടാവാനോ ബഹളം ഉണ്ടാക്കാനൊന്നും അല്ല, ഒരു നിയമം അറിയാനാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് അവർ പറഞ്ഞു സാർ അങ്ങനെയല്ല, ഞങ്ങൾ അങ്കണവാടികൾ നന്നായി വർക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ബലം പിടിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബലം പിടിക്കുന്നത് ശരിയല്ല, അങ്കണവാടികൾ നന്നായി നടക്കണം, അതിന് തർക്കമില്ല. പക്ഷേ വർക്കർക്കും ഹെൽപ്പർക്കും ലീവ് കൊടുക്കുന്നത് അവരുടെ അവകാശം കൂടിയാണ്. കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കാം, എന്തിനാണെന്നൊക്കെ ചോദിക്കാം. പക്ഷേ വ്യക്തിപരമെന്നൊക്കെ എഴുതി കഴിഞ്ഞാലും കൊടുക്കും. ഇപ്പോൾ വ്യക്തിപരമായ സ്ത്രീകളൊക്കെ ആകുമ്പോൾ വ്യക്തിപരമായ പല കാര്യങ്ങളും കാണും. അപ്പോൾ അതൊക്കെ പറഞ്ഞാലും നമ്മൾ ലീവ് അനുവദിക്കാറുണ്ട്. അതൊരു ഒരു വയാ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഇതൊക്കെ പോകേണ്ടത്. പിന്നെ 20 ലീവ് എടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും കൂടെ അവരോട് പറഞ്ഞു. ഒരാൾ ലീവെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ട് ഡിസംബറിൽ മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും മറ്റുള്ളവരോടും ഒക്കെ ഒന്നിച്ച് ടൂർ പോകാമെന്ന് പറഞ്ഞിട്ട് 10 ലീവ് ഒന്നിച്ച് വെച്ച് ഓണത്തിനോ ഡിസംബറിനോ എടുത്താൽ നിങ്ങൾ കൊടുക്കണം. കൊടുക്കാതിരുന്നവർക്ക് അതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ലീവൊക്കെ വച്ചിരിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കാം, ലീവൊക്കെ വച്ചിരിക്കുന്നത് വീണ്ടും ഫ്രഷായി ആളുകൾ നല്ല എനർജിയോടുകൂടി വന്ന് ജോലി ചെയ്യാൻ ഇടയ്ക്ക് കാഷ്വാലിറ്റി വരുമ്പോഴോ അത്യാവശ്യം വരുമ്പോൾ ലീവ് എടുക്കാനാണ് ലീവ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് 20 ലീവും കൊടുക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇപ്പം നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചാണ് അംഗനവാടിക്കാർ ലീവ് കൊടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വർക്കർമാർ ഹെൽപ്പർമാർ നിങ്ങൾ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾ കൈകൊണ്ട് കൂടെ എഴുതി വെച്ചിട്ട് എപ്പോഴെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ കൊടുത്തോളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എത്ര ലീവ് എടുത്തു എന്നുള്ളത് കൂടി പറയണം. നിങ്ങൾ ഗ്രൂപ്പിൽ ഇന്ന് ഞാൻ ലീവാണ് സാർ എന്ന് ഇടുമ്പോൾ അല്ലെങ്കിൽ മേഡം എന്ന് ഇടുമ്പോൾ ഞാൻ ഇതുവരെ 7 ലീവ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ 8 ലീവ് എടുത്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ബാക്കി എനിക്ക് ഇത്ര ലീവാണെന്ന് കൂടി ഇട്ടാൽ അത് അപ്പോൾ തന്നെ റെക്കോർഡായി പോവും. അങ്ങനെ ഇതെല്ലാം ഒരു സൗഹൃദത്തിൽ പോകേണ്ടതാണ്.
സൂപ്പർവൈസർ പിന്നെ അവസാനം നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞത്. വളരെ സ്നേഹത്തിലാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. എന്തായാലും ആ സൂപ്പർവൈസർക്കും അഭിനന്ദനങ്ങൾ. അവിടെ എന്നെ വിളിച്ചവർക്കും നന്ദി പറയുന്നു. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും സുഭാഷിതം ചാനലിൻ്റെ CEO എന്നുള്ള നിലയിൽ ഞാൻ കൃത്യമായി ഇടപെടും. എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമുക്ക് ഒന്നിച്ച് എല്ലാവരും ഇത് കറക്റ്റീവ് ഫോഴ്സാണ്, കറക്ഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുകയോ ആരെയും തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഇത് യുദ്ധവും ഗോതയും ഒന്നുമല്ല. നമുക്ക് ഒന്നിച്ച് നീങ്ങാം. കൂടെയുണ്ട് എപ്പോഴും.